Hi dear students, question number 20. നോക്കാം നമുക്ക്. A bullet is fired into a fixed target, loses 1/3 of its velocity, traveling 4 cm. It penetrates further d into 10 raised to minus 3 meter before comes to rest. The value of d is. ടിപ്പിക്കലി പല പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റൻ ആണിത്. നമ്മളെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം. മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ നമ്മൾ ഒരുപാട് തവണ ചെയ്ത് പഠിച്ചതാണ്. ഇപ്പോൾ ഒരു വുഡൻ പ്ലാങ്കിനെ പെനെട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ലൂസസ് ഇസ് 1/3 ഓഫ് ഇറ്റ്സ് വെലോസിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ ഇനീഷ്യലി വരുമ്പോഴുള്ള വെലോസിറ്റി u ആണെങ്കിൽ 1/3 u/3 നഷ്ടപ്പെട്ടാൽ ബാക്കി 2u/3 ആയിരിക്കും ഫൈനൽ വെലോസിറ്റി. സോ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഇസ് ഫൈനൽ വെലോസിറ്റി 2u/3 സ്ക്വയർ ചെയ്താൽ നമുക്ക് 4u²/9 minus u² is equal to minus of 2as. മൈനസ് വരുന്ന അവിടെ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുക. അപ്പൊ 4u²/9 മൈനസ് u² ചെയ്താൽ യു വിൽ ഗെറ്റ്, ഇവിടെ നമുക്ക് 9/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഓഫ് 5u² ഡിവൈഡ് ബൈ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2as. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്താൽ 5u²/9 ഈസ് ഈക്വൽ ടു 2a. ആദ്യം പെനട്രേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 4 into 10 raised to minus 2. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഫർദർ ഇറ്റ് പെനട്രേറ്റ് ഫർദർ d into 10 raised to minus 3 meter before comes to rest. അപ്പൊ ആദ്യത്തെ പ്ലാങ്കിന്റെ തിക്നെസിന്റെ പുറമെ ഫർദർ അല്പ തിക്നെസ്സും കൂടെ പ്ലേസ് ചെയ്തു. ആ തിക്നെസ് ആണ് d into 10 raised to minus 3 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ തിക്നെസ് പെനട്രേറ്റ് ചെയ്യുമ്പോൾ u/3 വെലോസിറ്റി നഷ്ടപ്പെട്ടു. ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, അതിൽ നിന്ന് u/3 1/3 നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി 2u/3 ആണ്. അപ്പൊ ഫസ്റ്റ് പ്ലാങ്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്രയാണോ അതിന്റെ ഫൈനൽ വെലോസിറ്റി, അതാണ് സെക്കൻഡ് പ്ലാങ്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇവിടെ സെക്കൻഡ് പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ഡിസ്റ്റൻസ് ഇല്ല, ഇതിനോട് ചേർത്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. സോ ഈ ബ്ലൂ പ്ലാങ്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വെലോസിറ്റി 2u/3 ആണ്. കാരണം ബ്ലൂ പ്ലാങ്ക് പെനട്രേറ്റ് ചെയ്യുന്ന സമയത്ത് 1/3 ഓഫ് ഇറ്റ്സ് വെലോസിറ്റീസ് നഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ 2u/3, അത് സെക്കൻഡ് പ്ലാങ്കിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പൊ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി 2u/3 ആണ്. ഫൈനൽ വെലോസിറ്റി വിൽ ബി 0, കാരണം അത് കംസ് ടു റെസ്റ്റ് ആവണ്ടേ. അപ്പൊ നമ്മൾ അവിടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അഗെയിൻ അപ്ലൈ ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് ഫൈനൽ വെലോസിറ്റി 0 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി u² മൈനസ് v² മൈനസ് u². അപ്പോൾ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് ഫൈനൽ വെലോസിറ്റി 0 അല്ലേ, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ വരിക 4u²/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 2a. അവിടെ തിക്നെസ് വരുന്ന d into 10 raised to minus 3 ആണ്. ഇവിടെ മൈനസ് വരും, ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്യുക. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. മൈനസ് വരുന്നതുകൊണ്ട് ആ റിട്ടാർഡേഷൻ ആയതുകൊണ്ട്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമുക്ക് ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 ഡിവൈഡഡ് ബൈ 1. 2 ഡിവൈഡ് ബൈ 1. 2 എന്താണ്? 4u² ഡിവൈഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 2a d into 10 raised to minus 3 divided by first equation 5u²/9 is equal to 2a into 4 into 10 raised to minus 2. Clear? അപ്പോൾ അതിൽ 2a cancel ആവും, then 9 cancel ആവും, u² cancel ആവും. അപ്പോൾ 4 divided by 5 is equal to 10 raised to minus 2 minus 3 cancel ചെയ്ത് അവിടെ ഒരു minus 1 വരും. d into 10 raised to minus 1 divided by 4. അപ്പോൾ നമുക്ക് 4 അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അപ്പോൾ 4 into 4 divided by 5. അപ്പോൾ ഈ 10 raised to minus 1 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ താഴെ 10 raised to minus 1 വരും. അത് മുകളിലേക്ക് പോകുമ്പോൾ അത് +1 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു d. അപ്പോൾ യു വിൽ ഗെറ്റ് d ഈസ് ഈക്വൽ ടു 4 into 40. ഈ 10 raised to minus 1 മുകളിലേക്ക് വരുമ്പോൾ അത് +1 ആവും. +1 എന്ന് പറയുമ്പോൾ 10 into 4 ദാറ്റ് ഈസ് 40 divided by 5. അപ്പോൾ ഇവിടെ 5ഉം 40ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. 8 into 4 d is equal to 32 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഡിയുടെ വാല്യൂ ഓഫ് d 32 മീറ്റർ എന്നാണ് കിട്ടുക. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നുകിൽ ഡിലീറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇതിന് ബോണസ് മാർക്ക് തരുകയായിരിക്കും. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ NDAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്ത ഓപ്ഷൻ്റെ അകത്ത് ഇല്ല. ഇതിലൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ആക്ച്വലി ഇവിടെ 10 raised to minus 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ അതായത് d സെന്റിമീറ്റർ അല്ലെങ്കിൽ d into 10 raised to minus 2 എന്നാണ് ശരിക്കും കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ അത് കറക്റ്റ് ആവും. കാരണം എന്താ, ഇവിടെ -2 ആയിരുന്നുവെങ്കിൽ, സപ്പോസ് -2 ആയിരുന്നുവെങ്കിൽ ഈ -2 ഈ -2 ക്യാൻസൽ ആയി പോകും. അപ്പൊ അവിടെ ഈ -1 ഉണ്ടാവില്ല, ഈ -1 ഉണ്ടാവില്ല.
ഈ -1 ഇല്ല എങ്കിൽ ഈ -2 ഇവിടെ -2 ആയിരുന്നുവെങ്കിൽ ആ -2 ക്യാൻസൽ ആയി പോയാൽ ഇവിടെ ഈ -1 ഉണ്ടാവില്ല. ആ -1 ഉണ്ടായില്ലായിരുന്നു എങ്കിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുക 4 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ 4 ആണ്. 4 ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ 4 × 4 16 വരും. 16 ഡിവൈഡഡ് ബൈ 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു D എന്ന് വരും. അപ്പോൾ നമുക്ക് 3.2 ആണ് നമുക്ക് ആൻസർ വരിക. 3.2 മീറ്റർ. 3.2 മീറ്റർ എന്ന് പറയുമ്പോൾ അത് 3.2 മീറ്റർ വേണം എങ്കിലേ ഡിയുടെ വാല്യൂ 3.2 വരണം എങ്കിലേ ആ പ്ലാങ്ക് നിൽക്കുള്ളൂ. അപ്പൊ 3 ഉണ്ടെങ്കിൽ നിൽക്കൂല. ഡിയുടെ വാല്യൂ 3.2 മീറ്റർ എന്ന് പറയാൻ പറ്റില്ല. ഐ എം സോറി, നമ്മൾ ആ യൂണിറ്റ് എങ്ങനെയാണ് ക്വസ്റ്റിൽ തരുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ 3.2 ഡിയുടെ വാല്യൂ 3.2 മീറ്റർ സെന്റിമീറ്റർ എന്താണോ ആ 3.2 യൂണിറ്റ് ഉണ്ടെങ്കിലേ ആ ബുള്ളറ്റ് സ്റ്റോപ്പ് ആവുള്ളൂ. അപ്പൊ 3 ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ആവില്ല. 3.2 വേണം സ്റ്റോപ്പ് ആവാൻ. അപ്പൊ 3.2 ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ആവും, 3.3 ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ആവും, 3.4 ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ആവും. അത് പുറത്ത് കിടക്കൂല എന്നുള്ളൂ. കറക്റ്റ് 3.2 ആണ് അതിന്റെ തിക്നെസ് എങ്കിൽ ആ ബുള്ളറ്റ് ശരിക്കും പുറത്തേക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ബുള്ളറ്റിന്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് അവിടെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കും. അപ്പൊ 3.2 ആണ് അവിടെ വെച്ച തിക്നെസ് എങ്കിൽ. അപ്പോൾ 3.2നേക്കാൾ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ബുള്ളറ്റ് സ്റ്റോപ്പ് ആയിട്ട് ആ പ്ലാങ്കിന്റെ ഉള്ളിലായിരിക്കും ബുള്ളറ്റ് നിൽക്കുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ 3 ഉണ്ടെങ്കിൽ എന്തായാലും ആ ബുള്ളറ്റ് പുറത്തെത്തും. അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആവില്ല. കാരണം ഒരു 0.2 കൂടെ അതിന് അതേ പ്ലാങ്കിൽ മുന്നോട്ടേക്ക് പോയാലേ അത് സ്റ്റോപ്പ് ആവുള്ളൂ. അപ്പൊ 3 വരില്ല. അപ്പൊ 4 വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് കാരണം, ഡാറ്റയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയത് കാരണം ഇതിന്റെ ആൻസർ ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, അപ്പൊ അത് എന്താണോ NDA തീരുമാനിക്കുക അതിനനുസരിച്ച് അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.